നമസ്കാരം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ തള്ളി പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ പൻഷുൽ ബൻസാൽ മറ്റുള്ളവർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ താൻ വീട്ടിലിരുന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തതെന്ന് ബൻസാൽ വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നടത്തിയ പുനഃപരീക്ഷയിൽ 99.99% അഥവാ 715 മാർക്കോടെയാണ് ബൻസാൽ മികച്ച വിജയം നേടിയത്. ഡൽഹി ഗ്രേറ്റർ കൈലാഷിലെ കെആർ മംഗളം വേൾഡ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. തുടക്കത്തിൽ വലിയ നിരാശയും വിഷമവുമാണ് തോന്നിയിരുന്നെന്ന് ബൻസാൽ പറഞ്ഞു. തുടക്കത്തിൽ വലിയ വിഷമമായിരുന്നു, എന്നാൽ 1-2 മണിക്കൂറിന് ശേഷം ഞാൻ അതിനെ പോസിറ്റീവായി കാണാൻ തുടങ്ങി. ഇത്തവണ കൂടുതൽ നന്നായി ചെയ്യണമെന്ന് സ്വയം നിശ്ചയിച്ചെന്നും അദ്ദേഹം NDTVയോട് പറഞ്ഞു. ഞാൻ എന്തിനാണ് സമരത്തിന് പോകുന്നത്? പകരം വീട്ടിലിരുന്ന് പഠിച്ചാൽ കഴിവുകൾ വർദ്ധിപ്പിക്കാനും സ്കോർ ഉയർത്താനും സാധിക്കും. ആദ്യ പരീക്ഷയിൽ 706 മാർക്ക് ലഭിച്ച സ്ഥാനത്ത് പുനഃപരീക്ഷയിൽ അത് 715 ഉയർത്താൻ സാധിച്ചു. പരീക്ഷ റദ്ദാക്കിയതോടെ കിട്ടിയ അധിക സമയത്തെ പഠനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയെന്ന് ചോദിച്ചപ്പോൾ തന്റെ ദിനചര്യയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നും പറഞ്ഞു. കഴിഞ്ഞ 1.5 മാസം എനിക്ക് കഴിയുന്നത്ര നന്നായി പഠിച്ചു. ബാക്കി കാര്യങ്ങൾ ദൈവത്തിന് വിട്ടു. എന്തിനാണ് നെഗറ്റീവായി ചിന്തിക്കുന്നത്? എല്ലാം മറന്ന് പ്രധാന ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നും ബൻസാൽ പറഞ്ഞു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ബൻസാലിന്റെ ഈ പ്രതികരണം. രാജ്യവ്യാപകമായി നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിഷയത്തിൽ തനിക്ക് പ്രതികരണമൊന്നുമില്ല എന്നായിരുന്നു ബൻസാലിന്റെ മറുപടി. എന്തായാലും ഒരു വിദ്യാർത്ഥിയുടെ മറുപടി അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. നീറ്റ് പരീക്ഷയിൽ 2ാം സ്ഥാനം മേടിച്ച ബൻസാലാണ് തനിക്ക് സമരത്തിന് പോകാൻ താല്പര്യമില്ലെന്നും വീട്ടിലിരുന്നാൽ കുറച്ചുകൂടി നന്നായി പഠിക്കാമല്ലോ എന്ന് തീരുമാനിച്ചത്. എന്തായാലും ബൻസാലിന്റെ മറുപടി ഉയർത്തിക്കൊണ്ടാണ് സമരത്തെ എതിർക്കുന്ന ആളുകൾ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ബൻസാലിന്റെ മാത്രം അഭിപ്രായമാണത്. രാജ്യത്ത് പരീക്ഷ അത് കൃത്യമായി നടക്കണമെന്നും ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അതിന് സുരക്ഷിതത്വം നൽകണമെന്നും പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടാകാൻ പാടില്ല എന്നും ഉണ്ടായാൽ അത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്നും അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ് എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഒരു വിദ്യാർത്ഥിയുടെ മറുപടി അല്ല അതിനുള്ള ഉത്തരം. എന്തായാലും നീറ്റ് പരീക്ഷാ തട്ടിപ്പിലും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലും പ്രതിഷേധിച്ച് രാജ്യ തലസ്ഥാനത്ത് എന്തായാലും സമരം വീണ്ടും തുടരുക തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥം സമരമുഖമാണ് ഉള്ളത്. പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച സമവായ നീക്കങ്ങൾ പ്രതിപക്ഷവും CJPയും തള്ളിയ സാഹചര്യത്തിൽ സമരം ഇനിയും ശക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ യാതൊരുവിധ ചർച്ചകൾക്കുമില്ല എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെ വ്യക്തമാക്കുന്നത്. JP നദ്ദയുടെ ചർച്ച നടത്താനുള്ള ക്ഷണം അത് CJP നേതൃത്വവും നിരസിച്ചിട്ടുണ്ട്. ആരുടെയും ഓഫീസിലേക്കോ വീട്ടിലേക്കോ ചർച്ചയ്ക്ക് പോകില്ലെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് CJP വക്താക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ തവണ ചർച്ചയ്ക്ക് പോയ സമയത്താണ് പോലീസ് സമരക്കാരെ ക്രൂരമായി ആക്രമിച്ചതെന്നും അത് ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് CJP നേതാവ് സൗരവ് ദാസ് പറയുന്നത്.